ഇനിയുള്ള തലമുറ അനുമോളെ കണ്ടു പഠിക്കണം, അനുമോളെ റോൾ മോഡലാക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സ്വന്തമായി ഒരു വരുമാനം ആയ ശേഷം മാത്രം കല്യാണം കഴിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് പാഴാക്കരുത്. അങ്ങനെ കാത്തിരുന്ന് നമ്മളുടെ ബിഗ് ബോസ് വിന്നർ അനുക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ, വലിയ ആഡംബരങ്ങളില്ലാതെ, നല്ല രഹസ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നത്. അതീവ സുന്ദരിയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭുവനേശ്വർ എന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു കല്യാണ ചെക്കൻ. നല്ല സുന്ദരനായിരുന്നു. രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്തായാലും ഒരുപാട് കാത്തിരുന്നിട്ട് നല്ല ഒരു ചെറുക്കനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റിയതിൽ അനുമോൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാണുമ്പോൾ. അനുമോളുടെ കല്യാണം പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം യൂട്യൂബ് തുറന്നതും രാവിലെ കാണുന്ന ആദ്യത്തെ വീഡിയോ തന്നെ അനുമോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മളുടെ ഒന്നും ആരല്ലെങ്കിലും ആരൊക്കെയോ ആയതുപോലെ ഒരു തോന്നലാണ്, പ്രത്യേകിച്ച് ബിഗ് ബോസ് കണ്ടപ്പോൾ തൊട്ട്. അപ്പോൾ അനുമോളുടെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മറ്റുള്ളവരെ പോലെ ആദ്യമേ തന്നെ ഒരുപാട് ഓളങ്ങളൊക്കെ സൃഷ്ടിച്ച് ഔട്ട്ഡോർ ഷൂട്ട് പോയി കുറേ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് അങ്ങനെ ഒരു കല്യാണം അല്ലാതെ നല്ല രീതിയിൽ സിമ്പിളായിട്ട് ആരും അറിയിക്കാതെ രഹസ്യമായിട്ട് കല്യാണം കഴിച്ചത്. ഇതും കുറച്ച് ഇനിയിപ്പോൾ പുതിയ ട്രെൻഡായിട്ട് വരുമോ എന്നറിയില്ല. എന്തായാലും ഒരുപാട് മീഡിയസിൻ്റെ കുത്തി തിരക്കൊന്നും ഇല്ലാതെ സമാധാനത്തോടെയുള്ള കല്യാണം കണ്ടു. ആരും എല്ലാഞ്ഞിട്ടും നമ്മളുടെ ആരുടെയൊക്കെയോ കല്യാണം കഴിഞ്ഞ നമ്മളുടെ ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ഒരു ഫീല് തോന്നി അത് കണ്ടപ്പോൾ. ബിഗ് ബോസിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒരുപാട് കരഞ്ഞത് കണ്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് നമ്മുടെ പുതുതലമുറ കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് അനുമോളുടേത്. ഒരു വീട്ടിൽ ഇപ്പോൾ പെൺമക്കളാണെങ്കിൽ ആ അച്ഛനും അമ്മയും നോക്കില്ല. അച്ഛനും അമ്മയ്ക്കും പിന്നീടുള്ള ജീവിതം ഭയങ്കര ഒറ്റപ്പെട്ടു പോവും. അങ്ങനെ ഒരുപാട് എന്താ പറയുക ആളുകളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അനുമോളെ ഇന്നുള്ള തലമുറ കണ്ടു പഠിക്കണം എന്നൊക്കെ പ്രത്യേകിച്ച് ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് അനുമോള്. കാരണം അച്ഛനും അമ്മയെയും ഒരു സേഫായിട്ട് ഇനിയുള്ള ജീവിതത്തിൽ ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ സേഫാക്കിയ ശേഷം സ്വന്തമായിട്ടും ഒരു നല്ല രീതിയിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയ ശേഷം കല്യാണം കഴിക്കുക. അത് ഇന്നത്തെ തലമുറ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നുള്ള കുട്ടികൾ 18 വയസ്സ് 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണം കഴിക്കും. 30 വയസ്സിൻ്റെ ഉള്ളിൽ കല്യാണ ജീവിതം ഒന്നില്ലെങ്കിൽ ഭയങ്കര കഷ്ടമായിരിക്കും അവർക്ക്. അവർ ഒരു പക്വത എത്തുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചത് കൊണ്ടായിരിക്കും 30 വയസ്സിൻ്റെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ ഡിവോഴ്സ് ആവും, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ ജീവിതം ഒന്ന് സേഫ് ആയി കഴിഞ്ഞ ശേഷം, ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ടു വരാനുള്ള ധൈര്യം നമ്മൾക്ക് സ്വന്തമായിട്ട് ഉണ്ടായ ശേഷം മാത്രം കല്യാണം കഴിക്കുക. കാരണം നമ്മൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നമ്മൾ മാക്സിമം നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിച്ചിട്ട് തീർക്കുക. അല്ലാതെ എങ്ങനെയെങ്കിലും ഒരു ജീവിതം ജീവിച്ചിട്ട് തീർക്കാനായിട്ട് ഒരുപാട് ഇപ്പോൾ പാരൻസ് ആണെങ്കിലും അത് പ്രത്യേകിച്ചും കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ വേഗം ഉന്തി തള്ളി കല്യാണം കഴിച്ചു കൊടുക്കാതെ അവർക്ക് സ്വന്തമായൊരു വരുമാനം ഉണ്ടായ ശേഷം മാത്രം കല്യാണം കഴിച്ചു കൊടുക്കാൻ നോക്കുക. ഒരു വീട്ടിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനും അമ്മയും നോക്കുള്ളൂ. പെൺകുട്ടികളുണ്ടെങ്കിൽ അത് കല്യാണം കഴിഞ്ഞ് അടുത്ത വീട്ടിൽ പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളുടെ തലമുറ ഇതുവരെയും വന്നിട്ടുള്ളത്. പക്ഷേ അനുമോളുടെ കാര്യത്തിൽ ആൺകുട്ടിക്ക് ആൺകുട്ടിയായിട്ടും പെൺകുട്ടിക്ക് പെൺകുട്ടിയായിട്ടും അച്ഛനും അമ്മയും നല്ല സേഫാക്കി നിർത്തി. അതൊക്കെ കണ്ടു പഠിക്കേണ്ട കാര്യം തന്നെയാണ്.
അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. 30 വയസ്സ് കഴിഞ്ഞു ഇനിയും കല്യാണം കഴിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിഹസിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം അതിന് മറുപടി കൊടുത്തിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് കരയുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. കല്യാണം ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. ലൈഫിൽ കുറേ കഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഇൻ്റർവ്യൂസിലും പറയുന്നതും സ്വന്തം ചാനലിലൂടെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അനുമോളുടെ. ഒരുപാട് പേരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒന്നും വകവെക്കാതെ ചെയ്യേണ്ട കടമകൾ ചെയ്തിട്ട് തന്നെയാണ് അനുമോൾ കല്യാണം കഴിച്ചത്. എന്തായാലും ഒരു നല്ല ഭാര്യയായിരിക്കും, ഒരു നല്ല കുടുംബിനിയായിരിക്കും. ഒരു ഫാമിലിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ജീവിതം കൊണ്ട് തന്നെ പഠിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ മറ്റുള്ള കുട്ടികൾ കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി ജീവിതത്തിൽ എത്ര വലിയ കഷ്ടം വന്നാലും എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ എന്തായാലും അനുവിനെ കൊണ്ട് പറ്റും. കാരണം ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുള്ള അതിനേക്കാളും വലിയ ഒരു കുക്കറിനകത്ത് പെട്ട പോലെയാണത്. അതിനേക്കാളും വലിയ ഒരു പ്രശ്നം ഇനി ജീവിതത്തിൽ വരാനില്ല. അപ്പോൾ എന്തായാലും ഇനി ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ അതിനെങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് എന്തായാലും പഠിച്ചിട്ടാണ് ആൾ ഒരു ജീവിതത്തിലേക്ക് പോയിരിക്കുന്നത്. കേരളത്തിൻ്റെ മകൾ തമിഴ്നാടിൻ്റെ മരുമകളായ അനുവിനെ ഒരുപാട് ആശംസകൾ നേരുന്നു. 1000 ആശംസകൾ നേരുന്നു. ഇനിയുള്ള ജീവിതം സന്തോഷം മാത്രം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. ഇനിയുള്ള തലമുറ അനുമോളെ കണ്ടുപഠിക്കണം, അനുമോളെ റോൾ മോഡലാക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സ്വന്തമായി ഒരു വരുമാനം ആയ ശേഷം മാത്രം കല്യാണം കഴിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് പാഴാക്കരുത്. ബൈ. PK ഫാമിലി വ്ളോഗ്സ് എന്ന ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.